ആദ്യം പോകേണ്ടത് പശ്ചിമേഷ്യയിലേക്കാണ്. അവിടെ ഇപ്പോൾ രാവിലെ ആശ്വാസത്തിൻ്റെ ചില കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അത് ട്രംപും മാർക്കോ റൂബിയോയും ഒക്കെ നടത്തിയ പ്രസ്താവനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് കാണേണ്ടത്. സംഘർഷത്തിൽ ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി അവസാനിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടി ആരംഭിച്ചത്. ഹോർമുസിലെ ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡവും അവസാനിപ്പിച്ചു എന്നുള്ള തരത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രസ്താവന വരുന്നുണ്ട്. അതേസമയം കപ്പൽ ഗതാഗതം പൂർണ്ണതോതിലാക്കാനുള്ള അമേരിക്കൻ നടപടി തുടരും. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് സൈനിക നടപടി ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ ശക്തമായി തന്നെ അതിനെ നേരിടും എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. നമുക്ക് മാർക്കോ റൂബിയോയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. I think you're linking it. The operation is over. Epic Fury, as the president notified Congress, we're done with that stage of it. Okay, we're now on to this project of freedom. As far as the negotiation is concerned, I think the president's been clear that part of the negotiation process has to be not just the enrichment, but what happens to this material that's buried deep somewhere that they still have access to if they ever wanted to dig it out. That has to be addressed, and that's being addressed in the negotiation. I'm not going to go further on what progress has been made on that topic because I don't want to endanger the negotiations, but suffice it to say that the president and this entire team is aware of the centrality of that question, and that will have to be addressed one way or the other. വിനോദ്, ഇപ്പോൾ ഇറാന്റെ ആവശ്യമെന്ന് പറയുന്നത് യുദ്ധം പൂർണ്ണമായി നിർത്തണം. തങ്ങൾക്ക് ഒരു താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ വെടിനിർത്തുമെന്ന പ്രഖ്യാപനമോ യുദ്ധം നിർത്തുമെന്ന പ്രഖ്യാപനമോ അല്ല. അത് കൃത്യമായി തന്നെ രേഖകളിൽ വരണം, എഗ്രിമെൻ്റായി തന്നെ വരണം, അത് കരാറിലെത്തണം. പക്ഷെ അത് സംഭവിക്കാതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ നടപടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ട്രംപ് പലപ്പോഴും ഇത്തരം പ്രഖ്യാപനങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആക്രമിക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ. വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണോ ഇപ്പോൾ ഇത്തരമൊരു താൽക്കാലിക തീരുമാനം? രഞ്ജിത്ത്, ആശാവഹമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത് UAEയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. അവിടെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായിരുന്നാലും തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഈ സൈനിക നടപടി അവസാനിപ്പിച്ചു എന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരുന്നു. മാർക്കോ റൂബിയോ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എപ്പിക് ഫ്യൂരി എന്ന ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടി അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത. മാത്രമല്ല, ഈ പ്രോജക്റ്റ് ഫ്രീഡം എന്ന മറ്റൊരു പദ്ധതി കൂടിയാണ് ഹോർമൂസിൽ നടപ്പാക്കിയത്. അവിടെ കപ്പലുകൾ ഇറാൻ തടയുകയും അത് കടത്തിവിടാതിരിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സഹായത്തോടെ അവിടെ തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി അമേരിക്ക മുന്നോട്ട് പോയിരുന്നു. പ്രോജക്റ്റ് ഫ്രീഡം എന്നാണ് ആ പദ്ധതിക്ക് പേര് നൽകിയിരുന്നത്. ആ പദ്ധതിയും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അതായത് വെടിനിർത്തൽ തുടരും എന്ന് മാത്രമല്ല, ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം കൂടി വരുമ്പോൾ സമാധാനത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെയും മറ്റൊരു കാര്യം നിലനിൽക്കുന്നത് ഇറാൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താകും എന്നത് തന്നെയാണ്. ഇതുവരെ ഇറാൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നേരത്തെ ചൈനയിലേക്ക് പോയിരുന്നു, അവിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനയിലെ രാഷ്ട്രീയ നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ചൈനയും ആവശ്യപ്പെട്ടത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. കാരണം ചൈനയിലേക്കുള്ള എണ്ണക്കപ്പലുകളും തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ നമ്മുടെ രാജ്യവും അക്കാര്യത്തിൽ ഇടപെട്ടു. ഏതായിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരികയാണ്. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, തുടരെ അമേരിക്കയിലെ നേതാക്കൾക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസവും JD വാൻസിനെതിരെ വെടിവയ്പ്പ് എന്നുള്ള സാധ്യത, അതായത് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നുപോയതിന് തൊട്ട് പിന്നാലെയാണ് വെടിവയ്പ്പുണ്ടായത്. അതിനു മുൻപ് ട്രംപിൻ്റെ പരിപാടിയിൽ, മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകിയ പരിപാടിയിലും അക്രമി കടന്നുകൂടി വെടിവയ്പ്പ് നടത്തിയ സംഭവമുണ്ടായി. ഇതെല്ലാം നമ്മൾ ഈ സാഹചര്യത്തോട് ചേർത്ത് വായിക്കണം. ഏതായിരുന്നാലും സമാധാനത്തിലേക്ക് ഒരു ചുവട് പോകുന്നു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഹോർമൂസിൽ കപ്പലുകൾ കടന്നു പോകുന്നതിനാവശ്യമായ നടപടി ഇനിയും സ്വീകരിക്കുമെന്ന് അമേരിക്കയുടെ കൃത്യമായ വെളിപ്പെടുത്തലുണ്ട്. ഇപ്പോൾ ഇറാൻ കപ്പലുകൾ തടയുകയാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം, ഇനിയിപ്പോൾ ഹോർമുസിലെ ഉപരോധം, ഹോർമുസ് അടച്ചിട്ടിരിക്കുന്ന കാര്യം ഇറാൻ അവസാനിപ്പിക്കണം.
ഹോർമുസിൽ സൈനിക സാന്നിധ്യം പാടില്ല എന്ന് ഖത്തറും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവിടെ ഇറാന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വരണം. ഹോർമുസ് തുറക്കാതെ ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാവില്ലല്ലോ. അമേരിക്കയുടെ സാന്നിധ്യം അവിടെയുണ്ട്, സൈനിക നടപടിയുണ്ട്, കപ്പലുകൾ തിരിച്ചുവിടുന്നുണ്ട്. ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന 600ഓളം കപ്പലുകളെ അത് കടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. ഇതൊക്കെ പൂർത്തിയാകാതെ നമ്മൾ ഈ പറയുന്നൊരു സമാധാനം, പറയുന്ന പ്രശ്നപരിഹാരത്തിലെ കാര്യങ്ങളെത്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഈ ഇറാന്റെ കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് ഉണ്ടാകുന്നു. തുടർന്ന് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണവും ഉണ്ടാകുന്നു. 2 ഡ്രോണുകളാണ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെ ഈ സഖ്യരാജ്യങ്ങളെ, അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫുജൈറയിൽ നടന്ന ആക്രമണം, UAE-യിലേക്ക് നടത്തിയ ആക്രമണം. പിന്നീട് ഒമാന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അതായത് തുടരെ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഗൾഫിലെ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെയും ചില ആശങ്കകൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ ഈ ആയുധ ഇടപാടിലേക്ക്, ആയുധ കരാറുകളിലേക്ക് അമേരിക്ക പോകുന്നു ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട്. അത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. ഏതാണ്ട് $8 ബില്യൺ ആയുധ കച്ചവടമാണ് കരാറായത്. ഖത്തറും ഒമാനും UAE-യും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അമേരിക്ക കരാറിലായത്. മാത്രമല്ല ഏതാണ്ട് 6000 ടൺ ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഇടവേളകളിൽ യുദ്ധോപകരണങ്ങൾ കൃത്യമായി ഗൾഫ് മേഖലയിലേക്കും ഇസ്രായേലിലേക്കും അമേരിക്ക എത്തിക്കുന്നു എന്നതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട സംശയം. അത് ഈ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്യാപ്പായി അവർ കണക്കാക്കുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ സമാധാനത്തിലേക്കുള്ള ഒരു സന്ദേശമായി തന്നെ നമുക്കിതിനെ കാണാം. പക്ഷേ ഹോർമുസിൽ എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഹോർമുസിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ പരമമായ അധികാരം എന്നതിനപ്പുറത്തേക്ക് അവിടെ ചുങ്കപ്പിരിവിലേക്ക് പോലും ഇറാൻ പോകുന്നുണ്ട്. പൂർണ്ണമായും ഹോർമുസിൻ്റെ അധികാരം തങ്ങളിലേക്ക് എത്തണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. ആ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഹോർമൂസിൽ നിയന്ത്രണം വേണമെന്ന ഒരു താല്പര്യം അമേരിക്കയ്ക്കുണ്ട്. ട്രംപിൻ്റെ വാക്കുകൾ തന്നെ പരിശോധിച്ചാൽ അവിടെ കടൽ കൊള്ളക്കാരെ പോലെയാണ് ഇപ്പോൾ അമേരിക്ക ഇടപെടുന്നത്. ഇറാൻ്റെ കപ്പലുകളിലേക്ക് സൈനികർ പറന്നിറങ്ങുന്നു. അവരുടെ കാർഗോയും ഓയിലുമൊക്കെ തന്നെ അമേരിക്ക എടുക്കുന്നത് ലാഭമുള്ള ഒരു ബിസിനസ്സാണ് എന്ന് തമാശ രൂപേണയെങ്കിലും ട്രംപ് പറയുമ്പോൾ അതിനകത്ത് അവിടെയുള്ളൊരു സാമ്പത്തിക താല്പര്യം കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. ഏതായിരുന്നാലും ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. റഷ്യയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ തുടർ ചർച്ചകൾ. ശരി വിനോദ്, അതാണ് അവസ്ഥ. ഇപ്പോൾ യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പൂർണ്ണമായും എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം.